മോള് പോകാൻ റെഡിയായാ? എന്നാ വേഗം പോയിക്കോ, ഇനി വൈകിക്കണ്ട. എനിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല അമ്മേ. പിന്നെ അമ്മ പൊയ്ക്കോന്ന് പറഞ്ഞോണ്ടാ ഞാൻ പോന്നത്. അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ താല്പര്യം ഉണ്ടാകും? എൻ്റെ മോക്ക് കൊടുക്കണേ കൂടി തിന്നാനല്ലേ. കാണിച്ചു തരാം. അതൊന്നും കുഴപ്പമില്ല, മോള് പോയിക്കോ. ഇവിടുത്തെ കാര്യമൊക്കെ അമ്മ നോക്കിക്കോളും കേട്ടാ. കുഴപ്പമില്ല, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി കേട്ടാ. എന്നാ ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. നീ എവിടെ നിന്നൊന്ന് പിടിച്ച് എന്തേ അമ്മേ? നീ ഇങ്ങനെ അങ്ങ് പോയി അങ്ങനെ ശരിയാവുക? പിടിച്ച് പിടിച്ച് എല്ലാം പൊളിഞ്ഞ് അമ്മ. അത് എന്നാ ഇതേ വഴിച്ചെലവിന് വണ്ടിക്കാശും വേണം, പോണ വഴി എന്തെങ്കിലും മേടിച്ചോ കേട്ടാ. എന്നാ ഞാൻ പോട്ടെ അമ്മേ. എന്നാ വേഗം പോ. ശരി എന്നാടി. ഇതിനായിരുന്ന ഞാൻ പേടിച്ചു പോയി. 1000 ഉറുപ്പിയുണ്ട്, പോകുന്ന വഴിയിലൊരു മന്തിയും കഴിച്ച് പോവാം. ടാറ്റ അമ്മേ. ടാറ്റ. ഞാൻ എന്റെ വീട്ടിൽ പോന്നേ. അവള് പോയിക്കോട്ടെ, അതാണ് നല്ലത്. അവളെ വീട്ടിൽ പോയി നിക്കട്ടെ കുറച്ച് ദിവസം, അവക്കും വേണ്ട ഒരു റെസ്റ്റ് ഒക്കെ. ഞാൻ അമ്മേനോട് കൊറേ പറഞ്ഞതാണ്, ഞാൻ പോകുന്നില്ല. കുഴപ്പമില്ല, മോള് പോയിക്കോട്ടെ. നീ ഇങ്ങോട്ട് വന്നേ. അതിന് ഞാനിവിടെ ഇല്ലേ? നീ ഇങ്ങോട്ട് വാ, സംഭവിച്ചതൊക്കെ ഞാൻ പറയാം. കേറ്, ആ മോള് പോയിക്കോട്ടെ. ഇല്ല, ഇങ്ങോട്ട് കേറ്, ഞാൻ പറഞ്ഞുതരാം. വാ കേറ്. പണ്ടാറം പോന്ന സമയത്ത് തന്നെ വന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട്. വേഗം പോട്ടെ, ഇവിടെ നിന്നാ ശരിയാവില്ല. ചട്ടനും പോയി പൊട്ടനും പോയി, ബോട്ടം കിട്ടി കയ്യിലേസാ. ഇങ്ങനെയുള്ള അമ്മായിയമ്മമാർ നാട്ടിൽ സർവ്വസാധാരണമാണല്ലേ. മകൾക്കൊരു ന്യായം, മരുമകൾക്ക് വേറൊരു ന്യായം. എന്നാൽ ആരോടെങ്കിലും പറയുമ്പോഴും എന്റെ സ്വന്തം മോളെ പോലെ തന്നെയാണെന്നുള്ള ഡയലോഗ്. ഇങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ കുപ്പിയിലാക്കിയാൽ മാത്രമേ മരുമക്കളുടെ കാര്യങ്ങൾ നടക്കൂ അല്ലേ. ഈ കഥയിൽ ഈ മരുമകൾ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിച്ചു എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പോകണ്ട എന്ന് പറഞ്ഞ അമ്മായിയമ്മയെ കൊണ്ട് തന്നെ പൊയ്ക്കോ എന്ന് പറയിപ്പിച്ചു. എന്തായാലും ഇനിയുള്ള അമ്മായിയമ്മമാരൊക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. മരുമക്കളൊക്കെ മാറി പണ്ടത്തെ പോലെ വളച്ചൊടിക്കാമെന്ന് തീരുമാനിച്ചാൽ നടക്കണമെന്നില്ല.